കൊല്ലം ആര്യങ്കാവിലാണ് അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് ഈ അപകടമുണ്ടായത്. അതിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. സേലം സ്വദേശി ഗാനപാൽ ആണ് മരിച്ചത്. 28 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. MG പ്രതീഷാണ് കൊല്ലത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്തായിരുന്നു അപകട കാരണം? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, പ്രജിൻ, ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് അറിയിക്കാനുള്ളത്. ആര്യങ്കാവിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത്. ആര്യങ്കാവിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരാൾ മരിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. സേലം സ്വദേശിയായ ഗാനപാലാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ആര്യങ്കാവിന് സമീപം അപകടം ഉണ്ടാകുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽ ഈ ബസ്സിലുണ്ടായിരുന്ന 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 1-2 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ ഗുരുതരമായി പരിക്കേറ്റ ഒരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അടുത്തുള്ള ആശുപത്രിയിൽ ഉടൻ തന്നെ പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് ഈ പോലീസും ഒപ്പം ഈ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരുമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഒരാളുടെ മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പ്രതീക്ഷ, ഈ ആര്യങ്കാവിൽ ആ മേഖല, ഇപ്പോൾ അപകടമുണ്ടായ മേഖല, അത് ഒരു അപകട മേഖല തന്നെയാണോ? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ രാത്രി സഞ്ചാരമൊക്കെ എങ്ങനെയാണ്? നമ്മൾ അത്തരം വാർത്തകളൊക്കെ നേരത്തെ തന്നതാണ്. ചില മേഖലകളിലൂടെയൊക്കെയുള്ള ഈ പുലർച്ചെയുള്ള സഞ്ചാരങ്ങളൊക്കെ അത് നിയന്ത്രിക്കുമെന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. അത്തരത്തിലൊരു മേഖലയിലാണോ ഈ അപകടം ഉണ്ടായത്? പ്രജിൻ, തീർച്ചയായും. കാരണം ഈ ചരക്കു ഗതാഗതമടക്കം നിരവധിയുള്ള ഒരു മേഖല കൂടിയാണ് ആര്യങ്കാവ്. ഈ കേരള തമിഴ്നാട് അതിർത്തി മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും നിരവധി വാഹനങ്ങൾ പോകാറുണ്ട്, ചരക്ക് വാഹനങ്ങൾ പോകാറുണ്ട്. മാത്രമല്ല ഈ അയ്യപ്പ ഭക്തർ കൂടുതലായും തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ കേരളത്തിലേക്ക് കടക്കുന്ന ഒരു പ്രധാന വഴി കൂടിയാണ്. ഈ സ്ഥലത്താണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നാണ് കൂടുതൽ വ്യക്തമാകേണ്ടത്. കാരണം പുലർച്ചെ നടന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നേരം പുലരുമ്പോൾ മാത്രമേ ഏത് തരത്തിൽ എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഈ കുറ്റം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഒരു മരണം സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഈ ഗുരുതരമായവരെ വേണ്ട കൃത്യമായിട്ടുള്ള ഈ ഒരു ചികിത്സ അടക്കം നൽകുന്നു എന്നതാണ് നമുക്ക് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 1-2 പേരുടെ നിലയാണ് നിലവിൽ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളത്. പ്രജിത്ത്, വ്യക്തമാണ്. അപ്പോൾ പ്രതീക്ഷ തുടരുക. കൊല്ലം ആര്യങ്കാവിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ശബരിമല തീർത്ഥാടനം സഞ്ചരിച്ച ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടമാണ്. പുലർച്ചെയാണ് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. പ്രതീക്ഷ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഗുരുതരമായ ചികിത്സയുള്ള ഏതൊക്കെ ആശുപത്രികളിലാണ് ഈ അപകടത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്? അത്തരം വിവരങ്ങളുണ്ടോ? ഒരു ആശുപത്രിയിൽ മാത്രമാണോ, ഒന്നിൽ കൂടുതൽ ആശുപത്രികളിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമാണോ ഉണ്ടായത്? പ്രജിൻ, നിലവിൽ ഈ ഒരു അതിർത്തി മേഖല കൂടിയാണ്. ഈ തെന്മലയിലെ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രികളിലും ഈ പരിക്കേറ്റവരെ മാറ്റിയിരിക്കുന്നു എന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നുള്ള വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ തെന്മല ഉൾപ്പെടെയുള്ള ആശുപത്രികളിലാണ് നിലവിൽ ഈ പരിക്കേറ്റവരെ മാറ്റിയിട്ടുള്ളത്. ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് ഉൾപ്പെടെ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടായത് ഈ ബസ്സിൽ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തന്മാർക്കാണ്. കാരണം പുലർച്ചെയാണ്, എല്ലാവരും ഈ ഉറങ്ങി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതും അത് ഒരാളുടെ മരണത്തിലേക്ക് നയിക്കുന്നതും. എന്തായാലും നിലവിൽ ഈ പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്. ഈ കൂടുതൽ ഒരു മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത നിലവിലില്ല എന്നുള്ളൊരു പ്രാഥമിക വിവരവും എന്തായാലും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് വ്യക്തമാകും. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.